നമ്മളുടെ എല്ലാം ബ്ലഡിൽ യൂറിക് ആസിഡിൻ്റെ അളവ് കൂടുന്നത് മൂലം ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് യൂറിസെമിയ. ഈ അവസ്ഥ മൂലം ബുദ്ധിമുട്ടുന്ന ഒരുപാട് ജനങ്ങൾ നമുക്ക് ചുറ്റുപാടുമുണ്ട്. ഇതിന് കാരണം റെഡ് മീറ്റിൻ്റെ ഉപയോഗവും അതുപോലെ തന്നെ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണവസ്തുക്കളുടെ അമിതമായ ഉപയോഗവും മദ്യപാനവും, പ്രത്യേകിച്ച് ബീർ സ്ഥിരമായി ഉപയോഗിക്കുന്നവർക്കും ഇത് വരാൻ സാധ്യത വളരെ കൂടുതലാണെന്ന് പറയപ്പെടുന്നു. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന യോഗയാണ് അർദ്ധ മത്സ്യേന്ദ്രിയാസനം. ഇത് മത്സ്യേന്ദ്രൻ എന്ന മഹർഷി ആവിഷ്കരിച്ചത് കൊണ്ടാണ് ഈ നാമം വന്നത്. എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ആദ്യം വജ്രാസനത്തിലിരിക്കാം. വജ്രാസനത്തിലിരുന്നിട്ട് ഇടത്തെ കാല് നേരെ ഫ്രണ്ടിലോട്ട് കൊണ്ടുപോയി ഇടത്തെ കൈ കൊണ്ട് പിടിച്ച് വലത്തെ കാലിൻ്റെ മുട്ടിൻ്റെ അവിടെ പ്രസ് ചെയ്ത് വയ്ക്കാം. ഇനി ഇടത്തെ കൈ വന്ന് പ്രതലത്തിൽ അമർത്തി വെച്ച് വലത്തെ കൈ ബാക്കിൽ കൂടെ കൊണ്ടുവന്ന് എലിയിൽ പിടിക്കാൻ ശ്രമിക്കാം. ഇനി ദൃഷ്ടി നേരെ ബാക്കിലോട്ട് നോക്കാം. അങ്ങനെ 1:2 പ്രകാരത്തിൽ ഒരു 6 റൗണ്ട് ശ്വാസം അകത്തോട്ടും പുറത്തോട്ടും വിടാം. സാവകാശം കൈ വിരിച്ച് ഇടത്തെ കൈ വിരിച്ച് പഴയ അവസ്ഥയിലേക്ക് കാലുകൾ നിവർത്തി വജ്രാസനത്തിലേക്ക് വരാം. സ്വസ്ഥമായി വിശ്രമിച്ച് ഇനി വലത്തെ കാലെടുക്കാം. വലത്തെ കാല് നിവർത്തി ഇടത്തെ കാലിൻ്റെ ഫ്രണ്ടിൽ പ്രസ് ചെയ്ത് പിടിക്കാം. കാൽപാദം നന്നായി ടൈറ്റ് ചെയ്ത് വയ്ക്കാം. ഇനി വലത്തെ കൈ വലത്തെ കാലിൻ്റെ ഫ്രണ്ടിൽ വയ്ക്കാം. ഇനി ഇടത്തെ കൈ വന്ന് നേരെ ബാക്കിൽ കൂടെ കൊണ്ടുവന്ന് എലിയിൽ പിടിക്കാൻ ശ്രമിക്കാം. ദൃഷ്ടി നേരെ ബാക്കിലോട്ട് വയ്ക്കാം. ഇവിടെയും 1:2 പ്രകാരത്തിൽ ശ്വാസം അകത്തോട്ടും പുറത്തോട്ടും എടുക്കാം. ഒരു 6 റൗണ്ട് അങ്ങനെ ചെയ്യാം. സാവകാശം കൈകൾ വിരിച്ച് പഴയ അവസ്ഥയിലേക്ക് കൈയും കാലും കൊണ്ടുവന്ന് വജ്രാസനത്തിൽ തന്നെ ഇരിക്കാം. ഇങ്ങനെ സ്ഥിരമായി ചെയ്തു നോക്കൂ. യൂറിക് ആസിഡുള്ള അസുഖങ്ങൾ വരാതിരിക്കുന്നതിനും വന്നവരുടെ തീവ്രത കുറച്ച് കൊണ്ടുവരാനും സാധിക്കും.